ലാക്റ്റിക് ആസിഡ് അതായത് AHA ഗ്ലൈക്കോളിക് ആസിഡ് AHAയും അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് BHAയും നമ്മൾ വീക്കിലി വൺസോ ടോയ്സോ ഫേസിൽ യൂസ് ചെയ്യാൻ നല്ലതാണ് എന്ന് ഞാൻ പറയാറുണ്ട്. പ്രത്യേകിച്ചും എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ടും ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാലിസിലിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പീലിംഗ് സൊല്യൂഷൻസ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 30%, 10% അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ പീലിംഗ് സൊല്യൂഷൻ ഉണ്ടാവും. ഇതിനകത്ത് AHAയും കാണും BHAയും കാണും. അങ്ങനെയുള്ള സൊല്യൂഷൻസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം? ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ലാക്റ്റിക് ആസിഡോ അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡോ സാലിസിലിക് ആസിഡോ ഏതെങ്കിലും വീക്ക്ലി വൺസ് ഫേസിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് 2 ആഴ്ചയിൽ, അതായത് ഒരു മാസം 2 നേരം മാത്രമേ യൂസ് ചെയ്താൽ മതി നൈറ്റിൽ. കൂടാതെ തന്നെ ഈ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന, അതായത് സ്ട്രോങ് പീൽസ് യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ വീക്കിൽ നിങ്ങളുടെ നോർമൽ എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് പോലെയുള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, കെമിക്കൽ എക്സ്ഫോളിയേഷൻ വളരെ സേഫ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൺവേഴ്സ് ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.